രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇപ്പം 4, 3, 7, 1, 8 പേര് വന്നിട്ടുണ്ട്. 8 പേരിൽ ഒരാൾ നമ്മുടെ മിക്കി സ്വല്പം കഴിച്ചിട്ടങ്ങ് പോയി. തത്തമ്മ അതെ 4, 4, 8, 9 പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുത്തി കിടന്ന് ഓടുന്ന കണ്ടോ. മിക്കി കുറച്ച് കഴിച്ചിട്ടങ്ങ് പോയി. പിന്നെ നമ്മുടെ തത്തമ്മ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. രാത്രി അവൾക്ക് വെളിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞു വിട്ടു. അവൾ തന്നെ ഇപ്പോൾ പ്രസവിച്ചോന്ന് അറിഞ്ഞൂടെ, ഇതുവരെ വന്നില്ല. എവിടെയെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വയറ് നല്ല വീർത്തിട്ടുണ്ട്, പിന്നെ വലുതായിട്ടുണ്ട്. പിന്നെ അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവൾക്ക് നല്ല ഉറക്കമായിരുന്നു. അവൾ കിടന്ന് കുറേ നേരം എൻ്റെ മുറത്തിലൊക്കെ, ഞാൻ കുരുമുളക് ഉണക്കാൻ പറ്റിയിരുന്ന മുറത്തിലൊക്കെയാണ് കയറി കിടന്ന് ഉറങ്ങിയത്. കുരുമുളകിൻ്റെ പുറത്ത് ഞാനൊരു പേപ്പർ ഇട്ടിരുന്നത് കൊണ്ട് അതിൻ്റെ പുറത്ത് അതാണ്ട് മിക്കി പതുക്കെ വന്നിട്ടുണ്ട്. അവൻ കഴിച്ചിട്ട് പോയതാണ്, എന്നാലും അവൻ വന്നു. അമ്മയുടെ അടുത്തോട്ട് ചാടിക്കയറാനുള്ള പരിപാടിയാണ്. ഞാനിവിടെ ഒരു ടീപ്പോ ഇട്ടിട്ടുണ്ട്, അതിലിരിക്കുകയാണ്. എല്ലാവരും തിന്നുന്നതാണ്, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. വാവ ഇരുന്ന് കണ്ടോ, വാവ ഒറ്റ പ്ലേറ്റിലൊരാളാണ് കണ്ട. വാവയുടെ അടുത്താണ്. വാവ എല്ലാവരും സമ്മതിക്കും കഴിക്കാൻ. എന്നാലും വാവയുടെ അടുത്തേക്ക് നമ്മുടെ സുന്ദരി കൊച്ചു പെണ്ണ് വന്ന് ഇപ്പോൾ വാവ മാറിക്കൊടുത്ത്. വാവ അങ്ങനെയാണ്, വളരെ നല്ലവനാണ്. പക്ഷേ അവനിപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണ് ഒരുപാട്. അവൻ പോയി, അവൻ പോകുന്ന കാണിക്കുക നോക്കിയേ. എന്താ അവൻ പോകുന്ന അവിടെ മിക്കില്ല. തത്ത വന്നു. തത്തേ വാ, തത്തക്കുട്ടി വാ 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 ചീറ്റിക്കൊണ്ട് ഇതാ വരുന്നു കണ്ട. ഞാൻ വിചാരിച്ച അവൾ പ്രസവിച്ചെന്ന് എവിടെ പോയി. വാ ഓടിവാ കണ്ണ ഓടിവാടി തത്തമ്മോ ഓടിവാ. അമ്മ എടുത്ത് തരാം, വാ മക്കളും വാ. എനിക്കും പേടിയാണ് പോയി പിടിക്കാൻ, എന്നെ ചീറ്റിച്ചു കൊല്ലുക. ഇനിയിപ്പോൾ എല്ലാവരും കഴിച്ച് കഴിയട്ട് വേണ്ടേ. സുഖമായി. പയ്യനെ കണ്ട, പയ്യൻ കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട്. പയ്യന് ഞാൻ ടോണിക്കൊക്കെ കൊടുക്കുന്നുണ്ട്, പെറ്റ്സപ്പ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവരെയൊക്കെ. കണ്ട എല്ലാവരുടെയും പ്ലേറ്റ് കണ്ട, കണ്ട കുതിര ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവനിങ്ങനെ മിണ്ടാതിരുന്ന് കഴിച്ചോളും കുഞ്ഞുകുട്ടിയായിട്ട്. അവനാണ് തത്തമ്മയുടെ ഏറ്റവും മൂത്തവൻ. അത് കഴിഞ്ഞാൽ ഈ പെങ്കൊച്ചുണ്ട്, ഇവളൊരു സുന്ദരി കുട്ടിയായിട്ട് വരെയാണ് കേട്ടോ. ഇവൾക്ക് ഞാനിട്ടിരിക്കുന്ന സ്നോ വൈറ്റ് എന്നല്ലേ പേര്, സ്നോ ഗേൾ എന്നാണ്. അയ്യോ പയ്യൻ കാണിക്കുന്നുണ്ട്, പയ്യൻ അങ്ങോട്ട് പോയി. എൻ്റെ ജൂണിരുന്ന് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പം തത്തയെ പോയി എടുക്കട്ടോ എന്ന്, നമുക്ക് തത്തയെ ഒന്ന് പോയി എടുക്കാം. അവൾ എന്നെ ചീറ്റിച്ച് കൊല്ലും. വാ തത്ത വാമ്മ, വാ. അയ്യോ എന്നെ ചീറ്റിക്കുന്നുണ്ട്. ഇല്ലമ്മ വാ കുഞ്ഞു വാടി വാ. അയ്യോ വാടി ചീറ്റുന്ന ശബ്ദം കേട്ടോ. വാ മക്കൾ വന്ന് കഴിക്ക്. അവളെ കൊണ്ടാക്കി, അല്ലെങ്കിൽ അവൾ ഗർഭിണിയല്ലേ, വയറ് കണ്ടില്ലേ. ഞാൻ വിചാരിച്ച അവളെവിടെ പ്രസവിച്ചെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവളിങ്ങി വന്നിട്ടുണ്ട് പാവം. നല്ല വയറുണ്ട് കണ്ട. വയറൊക്കെ എന്നെ തൊടാനൊക്കെ സമ്മതിക്കും, എന്നാലും ചീറ്റും. കൊച്ചു ചുറ്റി തത്തയെ എടുത്ത സമയത്ത് കുറച്ച് വീഡിയോ മിസ്സായി. എന്ന് വെച്ചാൽ എനിക്കെല്ലാം കൂടെ പറ്റില്ലല്ലോ. നമുക്ക് തത്തയൊന്ന് കൊഞ്ചിച്ച് നോക്കാം. ചച്ചമ്മോ ഒരു ചച്ചമ്മോ വയറ് നോക്കട്ടെ ചച്ചമ്മോ. ഓ അമ്മയെ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ, ചൊക്കര പെണ്ണാണ്. അമ്മ അകത്ത് കുറച്ച് മീൻ വെച്ചിട്ടുണ്ട് അവൾക്കിപ്പം തിന്നാനായിട്ട്. വാലൊക്കെ ഇട്ട് അയ്യോ സൂക്ഷിച്ച് തിന്നേ. അപ്പം നമുക്കിനിയിപ്പം പിന്നെ കാണാമല്ലേ. ഇപ്പം എല്ലാവരും ഒക്കെ കണ്ട ഇത്രയും ചോറിനി അധികം വന്നിട്ടുണ്ട്. അത് പിന്നെ അവർ വന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ കൊടുക്കും. സുഖ വരുന്നു വീണ്ടും. സുഖയൊക്കെ 2ാമത്തെ ട്രിപ്പ് വരും, ബാബയും വരും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. തത്തമ്മ എപ്പോഴാണ് പ്രസവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ പ്രസവിക്കുകയാണെങ്കിൽ കാണിക്കാം, അത് ഞാൻ ഉള്ളപ്പം. അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ അമ്മയായിട്ടുണ്ടെങ്കിൽ കാണാം. ബൈ.